2018 പ്രളയത്തിൽ തകർന്ന റോഡ് പുനർനിർമ്മിക്കാത്തതിനെ തുടർന്ന് ഇടുക്കി കട്ടപ്പനയിൽ 30ഓളം കുടുംബങ്ങൾ ദുരിതത്തിൽ. റോഡ് നിർമ്മാണത്തിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അനുവദിച്ച 45 ലക്ഷം രൂപ ചെലവഴിക്കാതെ നഷ്ടപ്പെടുകയും ചെയ്തു. മണ്ണിടിച്ചിൽ ഭീഷണി മൂലം പല കുടുംബങ്ങളും ഇവിടെ നിന്ന് വീട് തന്നെ ഉപേക്ഷിച്ചുപോയി. 7 വർഷമായിട്ട് ഞങ്ങൾ വാടകയ്ക്ക് തന്നെ കിടക്കുന്നത്. ഞാനാണ് ക്യാൻസർ പേഷ്യൻറ്റും കൂടെ. ഒരു വീടാണേലും വെച്ച് കിടക്കാൻ ആഗ്രഹമില്ലാത്ത മനുഷ്യരുണ്ടോ ഇപ്പോൾ? ഇത് ഒരാളുടെ മാത്രം അവസ്ഥയല്ല. 2018 ഓഗസ്റ്റിലുണ്ടായ പ്രളയത്തിലാണ് കട്ടപ്പന ടൗണിന് സമീപമുള്ള കല്ലുകുന്നിൽ 30ഓളം കുടുംബങ്ങൾ ഉപയോഗിച്ചിരുന്ന റോഡ് തകർന്നത്. റോഡിനോട് ചേർന്നുള്ള വീടുകൾ അപകടാവസ്ഥയിലായി. 45 ലക്ഷം രൂപ CMLRRP ഫണ്ടിൽ നിന്ന് അനുവദിച്ച് കിട്ടി. പക്ഷേ അത് ലാപ്സായി പോയെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അതിന് പ്രകാരം ഞങ്ങൾ മുഖ്യമന്ത്രിക്കും പരാതി കൊടുത്തിരുന്നു. മുഖ്യമന്ത്രിക്ക് തിരിച്ച് അതിൻ്റെ റിപ്ലൈ വന്നിട്ടുണ്ട്. റോഡ് തകർന്നതോടെ രോഗികളെ ആശുപത്രിയിലെത്തിക്കാൻ പോലും മാർഗമില്ല. ക്യാൻസർ പേഷ്യൻ്റൊക്കെ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ വഴി എന്ന് പറഞ്ഞാൽ നമുക്ക് അതുപോലെ അത്യാവശ്യമാണ്. ഇതുവരെ ഇതിനൊരു ഫണ്ട് ഈ 2018 പോയിട്ട് ഈ 7 വർഷം കഴിഞ്ഞു ഈ വഴി ഇവിടെ പോയിട്ട് ഇതുവരെ ഇതിന് ഒരു ഫണ്ടും നമുക്ക് ലഭിച്ചിട്ടില്ല. പരാതികളും നിവേദനങ്ങളും നൽകി നാട്ടുകാർ മടുത്തു. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ബഹിഷ്കരിച്ചു. എന്നിട്ടും അധികൃതർ കണ്ണു തുറന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളൊരു ഇലക്ഷൻ ബഹിഷ്കരിച്ചതാണ്. അത് വീണ്ടും ഈ പ്രാവശ്യം ബഹിഷ്കരിക്കാൻ വരുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഇത് എല്ലായിടത്തും പരാതി കൊടുത്ത് മടുത്തു, കയറി ഇറങ്ങി മടുത്തു. വഴിയില്ലാത്തതിനാൽ ലൈഫ് ഭവന പദ്ധതിയിലുള്ള വീട് നിർമ്മാണം പോലും മുടങ്ങി. കയറിക്കിടക്കാൻ ഒരു വീടെന്ന സ്വപ്നം ഇവർക്ക് ഇനിയും അകലെയാണ്. പലരും വീടും സ്ഥലവും ഉപേക്ഷിച്ചുപോയി. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും കൈമലർത്തിയതോടെ 7 വർഷമായി തീരാ ദുരിതത്തിലാണ് ഈ കുടുംബങ്ങൾ. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി.